ഹൈ ഹീൽസ് ആദ്യം നിർമ്മിച്ചത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ എല്ലാ സ്ത്രീകളും ഈ ഒരു സത്യം ഉൾക്കൊണ്ടേ പറ്റും. അതെ, 16ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹീൽ നിർമ്മിച്ചത്. ഉയർന്ന ഹീലുകൾ കുതിര സവാരി ചെയ്യുമ്പോൾ സ്ഥിരതയും സമനിലയും നിലനിർത്താൻ അവരെ സഹായിച്ചിരുന്നു. കുതിരപ്പുറത്തു നിന്ന് അമ്പുകൾ ഏയ്ക്കുന്നതിന് ഇത് നിർണായക പങ്കുമായിരുന്നു. കാരണം ഹീൽസ് സൈനികരുടെ സ്റ്റൈറീപ്പുകളിൽ അവരുടെ കാലുകൾ സുരക്ഷിതമാക്കാൻ ഏറെ സഹായിച്ചിരുന്നു. കുതിരയെ നിയന്ത്രിക്കുന്നതിനും കൃത്യമായി ലക്ഷ്യമിടുന്നതിനും മികച്ച സ്വാധീനവും പിന്തുണയും ഇത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രായോഗിക രൂപകൽപ്പന ഒടുവിൽ യൂറോപ്പിലേക്ക് വ്യാപിച്ചു. അവിടെ ഹൈ ഹീൽസ് പദവിയുടെയും ശക്തിയുടെയും പ്രതീകമായി മാറി. തുടക്കത്തിൽ പ്രഭുവർഗത്തിലെയും രാജകീയ കോടതികളിലെയും യൂറോപ്യൻ പുരുഷന്മാർ ഈ ശൈലി സ്വീകരിച്ചു പോന്നിരുന്നു. ഫ്രാൻസിലെ രാജാവ് ലൂയി 14 ഉൾപ്പെടെ അദ്ദേഹം ചുവന്ന ഹൈ ഹീൽസ് ഷൂ ധരിച്ചിട്ടുണ്ടായിരുന്നു. കാലക്രമേണ ഈ ഒരു ഫാഷൻ മാറി. 18ാം നൂറ്റാണ്ടോടെ ഹൈ ഹീൽസ് സ്ത്രീകളുടെ ഫാഷനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും തുടങ്ങി. അതേസമയം പുരുഷന്മാരുടെ ഹൈ ഹീൽസ് മുഖ്യധാര വസ്ത്രങ്ങളിൽ നിന്ന് ക്രമേണ അപ്രതീക്ഷിതവുമായി. നോക്കാം നമുക്ക് ഈ അപ്രതീക്ഷിതമായ ഹൈ ഹീൽസ് എന്നേലും ഇനി പുരുഷന്മാരുടെ ഫാഷനായി വീണ്ടും മാറുമോ എന്ന്.